ഓം ശ്രീനാരായണ പരമഗുരുവേ നമഃ. ആദരണീയരായ ശ്രീനാരായണീയരെ, ശ്രീനാരായണ ഗുരുദേവനെ കൂടുതൽ അറിയുവാനും ഗുരുദർശനം ലോകം മുഴുവൻ പ്രചരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടും കൂടി SNDP കുന്നംകുളം യൂണിയൻ അവതരിപ്പിക്കുന്ന SNDP യോഗം കുന്നംകുളം യൂണിയൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനലിന്റെ ഉദ്ഘാടന ചടങ്ങും ആചാര്യ ശ്രീമതി സുലേഖ ടീച്ചർ പൂത്തോട്ട അവതരിപ്പിക്കുന്ന പ്രഭാഷണം രാമായണ മഹിമയും ഗുരുദർശന ഗരിമയും എന്ന പ്രഭാഷണത്തിലൂടെ നമ്മുടെ ചാനൽ പരിപാടികൾ നമുക്ക് ആരംഭിക്കാം. ആദ്യമായി നമുക്ക് നമ്മുടെ ചാനലിന്റെ ഉദ്ഘാടന ചടങ്ങുകൾ കാണാം. പ്രഭാങ്കുരം
എല്ലാവരും ഈ ഫ്രണ്ടിലെ കസേരകൾക്ക് കയറിയിരിക്കുക. അതുപോലെയുള്ള നമ്മുടെ ആചാരങ്ങളും രാമായണത്തിൻ്റെ അവസാന ഞായറാഴ്ചയൊക്കെ ആയതുകൊണ്ട് ഒത്തിരി തിരക്കുള്ള ജീവിതത്തിൽ ആത്മീയമായ ഈ അറിവ് പകരുന്നതിന് നമ്മൾ ഏറെ പേരെ ക്ഷണിച്ചിട്ടുണ്ട്. ബാക്കിയുള്ളവരൊക്കെ കുറച്ച് കഴിയുമ്പോൾ എത്തിച്ചേരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മുടെ പരിപാടികൾ എപ്പോഴും സമയം കൃത്യമായിട്ട് പോകുന്ന ഒരു രീതി നമ്മൾ അവലംബിച്ചതുകൊണ്ട് 10 മണിയായപ്പോൾ നമ്മൾ പ്രാർത്ഥന തുടങ്ങി. ഇനി അടുത്ത പരിപാടികൾക്ക് നമ്മുടെ രേഷ്മ വന്നിട്ടുണ്ട്, അനില, അവരുടെ സഹകാരികൾ വന്നിട്ടുണ്ട്, അവർ റെഡിയാണ്. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മുടെ യൂണിയന്റെ നാമത്തിലുള്ള ഇൻസ്റ്റഗ്രാം, യൂട്യൂബ്, ഫേസ്ബുക്ക് ഇത് മൂന്നും ലോഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ദിവസം നിശ്ചയിച്ചതും കൂടെ ഇന്നായിരുന്നു. ഇത് ശരിക്കും രൂപകൽപ്പന ചെയ്തെടുത്തത് നമ്മുടെ കരിഷ്മയായിരുന്നു. കരിഷ്മ വനിതാ സംഘത്തിന്റെ സജീവമായ ഒരു പ്രവർത്തകയാണ്, യൂണിയൻ കമ്മിറ്റി മെമ്പറാണ്. പക്ഷെ കരിഷ്മയ്ക്ക് ഒരു 5 ദിവസം മുമ്പേ, 6-ാമത്തെ ദിവസമാണ്, ഒരു ചെറിയ വണ്ടി ആക്സിഡന്റ് ഉണ്ടായിട്ട് കരിഷ്മ ഹോസ്പിറ്റലായിരുന്നു. കരിഷ്മയുടെ കൂടെ സഹകരിക്കുന്നവരാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. അവരെക്കുറിച്ച് അവരെ പരിചയപ്പെടുത്താം. അപ്പോൾ അങ്ങനെ ഒരു ഔചാരികമായ കാര്യം കൊണ്ട് കരിഷ്മയ്ക്ക് ഇന്ന് ഇവിടെ പങ്കെടുക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ആ കുട്ടിക്ക് വേണ്ടി എല്ലാ സുഖം പ്രാപിച്ചു വരാനായിട്ട് എല്ലാ പ്രാർത്ഥന ചെയ്യുക. കയ്യിന് ചെറിയ ഫ്രാക്ചറൊക്കെ ഉണ്ടായി ഓപ്പറേഷൻ ചെയ്തിരിക്കുകയാണ്. ചിലപ്പോൾ ഇവിടെ എത്താമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വിൽ പവർ വെച്ചിട്ട് അത് വരേണ്ടതാണ്. അങ്ങനെ ഒരു കുട്ടിയാണ്. അപ്പോൾ ആ കാര്യമാണ് നമുക്ക് അടുത്ത് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ 10:30 പ്രഭാഷണം ആരംഭിക്കും. നമ്മുടെ പ്രഭാഷകയായിട്ടൊന്ന് നിങ്ങൾ നോട്ടീസ് മുഖാന്തരം അതുപോലെയുള്ള നമ്മുടെ പരസ്യ മുഖാന്തരമൊക്കെ നിങ്ങൾ ഏറെ കേട്ടിട്ടുണ്ടാവും. അത് ഞാൻ വേദിയിലേക്ക് വിളിക്കുമ്പോൾ ഒന്നുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞു തരാം. അത് കഴിഞ്ഞാൽ നമുക്ക് പ്രഭാഷണം തുടങ്ങാം. അപ്പോൾ ആദ്യമായിട്ട് ഈ പരിപാടി നമുക്ക് ചെയ്യാം. നിങ്ങൾ റെഡിയല്ലേ? വന്നോളൂ. നേരത്തെ പറഞ്ഞ ചടങ്ങ് ചെയ്യാണ്. ഇതിപ്പോ സ്ക്രീനിൽ ചെയ്യിപ്പിക്കുന്നില്ല, ടീച്ചർ അത് സ്വയം മൊബൈലിൽ ചെയ്ത് ഇത് ലൈവായിട്ട് ചെയ്യുകയാണ്. ഇപ്പൊ നമ്മുടെ ആദ്യം ചെയ്യുന്ന ഏതാണ്? യൂട്യൂബ് SNDP യോഗത്തിന്റെ കുന്നോളം യൂണിയൻ യൂട്യൂബാണ് ലോഞ്ച് ചെയ്യുന്നത്. അത് ചെയ്തിരിക്കുന്നു. അടുത്തത് ഇൻസ്റ്റാഗ്രാം ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് അപ്ഡേഷൻസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഇത് വളരെ കാരണമാകും. ഇനി ഫേസ്ബുക്ക് കൂടെ നമ്മൾ ലോഞ്ച് ചെയ്യും. അപ്പം അങ്ങനെ 3 സോഷ്യൽ മീഡിയയിലെ മുഖ്യ 3 പ്രചരണ മാധ്യമങ്ങൾ നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ലിങ്കുകളൊക്കെ നമ്മുടെ യൂണിയൻ ഗ്രൂപ്പുകളിലൊക്കെ തരും. അതനുസരിച്ച് നിങ്ങൾ ജോയിൻ ചെയ്ത് പ്രവർത്തിച്ചു വരിക. കൂടുതൽ സാങ്കേതികമായിട്ട് അറിയുന്നവർക്ക് കൂടുതൽ ഇത് ഈസി ആയിരിക്കും. പക്ഷെ നമ്മൾ ഈ SNDP എന്ന് പറയുന്നത് നമ്മളെ മാതിരിയുള്ള ആൾക്കാർ കൂടുതലായതുകൊണ്ട് സാങ്കേതികത്വം കുറച്ച് കുറവല്ലേ. അപ്പം അതുകൊണ്ട് എല്ലാവരും സഹകരിച്ച് ഇത് ചെയ്യാണ്. ഇതോടൊപ്പം ഈ പരിപാടി കഴിഞ്ഞു. ഈ വന്ന ആൾക്കാരെ ഒന്ന് പരിചയപ്പെടുത്താം. നിങ്ങൾ വരും, ഇങ്ങോട്ട് വരും. ഇവർ കരിഷ്മയുടെ കൂടെ സഹകരിച്ച് പ്രവർത്തിക്കുന്നവരാണ്. ഇവർ ടീമായിട്ട് പ്രവർത്തിക്കുന്നവരാണ്. കരിഷ്മ ഇല്ലാത്തൊരു വിഷമം അവർക്കും ഉണ്ട്. കരിഷ്മേനെ എങ്ങനെ ഇന്നത്തെ ദിവസത്തിൽ ഇവിടെ ഉൾപ്പെടുത്താൻ അവളെ ആഗ്രഹിച്ചപ്പോൾ ഇവർ തന്നെയാണ് നിർബന്ധിച്ച് വരുത്താതിരുന്നത്. ചില 2 ദിവസം കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ഈ 19-ാം തീയതി ബ്രദറിന്റെ മാരേജാണ്. അപ്പോൾ അതിന് മുമ്പേ എന്തെങ്കിലുമൊക്കെ നഷ്ടങ്ങളുണ്ടായാൽ പിന്നെ ബുദ്ധിമുട്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആസ്പത്രി വിസിറ്റ് ചെയ്തിരുന്നു. എന്തായാലും അവർക്ക് സുഖം പ്രാപിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എന്താ പേര്? ഒന്ന് പരിചയപ്പെടുത്തിക്കോളൂ. എൻ്റെ ഒരു വിമൽ. ഞാൻ കരിഷ്മേജിൽ അവിടെ അമേസൺ ബിസിനസ് സൊല്യൂഷനിൽ ഡിജിറ്റൽ മാർക്കറ്റ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ അജിജിക്ക് ആക്സിഡന്റ് ആയ കാരണം ഞങ്ങൾക്ക് ഇതൊരു പറയാനൊക്കെ ബുദ്ധിമുട്ടുണ്ട്. കാരണം ആളാണ് എല്ലാം പ്ലാൻ ചെയ്ത് തുറന്നേ. അപ്പോൾ ഇങ്ങനെ
ഞാനവിടെ അമേസ് ബിസിനസ് സൊല്യൂഷനിൽ ജനറൽ മാനേജറായിട്ട് വർക്ക് ചെയ്യാണ്. സത്യം പറഞ്ഞാൽ ഇതുപോലൊന്നല്ല ഞങ്ങളുടെ പരിപാടി വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ കരിഷ്മ ഇല്ലാത്തതിൻ്റെ ഒരു ഗ്യാപ്പ് ഇത്തിരി വലുത് തന്നെയാണ്. എന്തായാലും കരിഷ്മ വേഗം റിക്കവർ ആവട്ടെ. പരിപാടിക്ക് എല്ലാവിധ വിജയാശംസകളും നേരുന്നു. എൻ്റെ പേര് അരുൺ, വീട് പട്ടാമ്പിയാണ്. കരിഷ്മ അക്കൗണ്ട്സ് മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്. ഞങ്ങളുടെ അമേസ് ബിസിനസ് സൊല്യൂഷൻ അതിൻ്റെ തന്നെ ഒരു വിങ് ഉണ്ട്, പഠിക്കൂ എന്ന് പറഞ്ഞിട്ട്. അതിൽ കുറച്ച് എഡ്യൂക്കേഷണൽ ആയിട്ട് വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ്. ഓൺലൈൻ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമാണ് അത്. ഓൺലൈനായിട്ടും ഉണ്ട്, ഓഫ്ലൈൻ ആയിട്ടും ഉണ്ട്. അപ്പം അതിൻ്റെ കുറച്ച് സോഷ്യൽ മീഡിയ സൈറ്റ് ഉണ്ട്, ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും ഫേസ്ബുക്കും ആയിട്ട്. അപ്പം അതിൻ്റെ ലിങ്ക് എന്തായാലും അയച്ചു തരാം. നിങ്ങൾ അതും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഈ ഒരു വേദിയിൽ അഭ്യർത്ഥിക്കുകയാണ്.